സ്ക്വയർ എന്ന് നമുക്ക് കിട്ടണം. ഇവിടെ ഇതിൽ 7/1 എന്ന് എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എങ്ങനെ ചെയ്താലും ആൻസർ ഇത് തന്നെ കിട്ടും. a സ്ക്വയർ മൈനസ് 7b² ബൈ b സ്ക്വയർ. നമുക്ക് √10 എന്ന് വേണം. അപ്പോൾ ആ 2നെ കൂടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. a സ്ക്വയർ മൈനസ് 7b² ഡിവൈഡഡ് ബൈ b സ്ക്വയറിന്റെ കൂടെ 2 മുറിച്ചിടും താഴെ ഡിനോമിനേറ്ററിലേക്ക്. അവിടെയുള്ള മൾട്ടിപ്ലൈ ആണ് 2നെ നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് പോകും. ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട കുറേ പ്രോബ്ലംസും ഒക്കെയാണ് ഇന്ന് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. പ്രൂവ് ദാറ്റ് ദ ഫോളോവിങ് ആർ ഇറാഷണൽസ്. കാരണം ഈ പറയുന്നത് ഇറാഷണൽസ് ആണ് പ്രൂവ് ചെയ്യുക. 7√5. ലെറ്റ്സ് പ്രൂവ് ദിസ് ബൈ കോൺട്രഡിക്ഷൻ. 7√5 ഈസ് റാഷണൽ. നേരത്തെ പറഞ്ഞിട്ടുള്ളതായത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇറ്റ് ഷുഡ് ബി ഇൻ ഫോം ഓഫ് a/b. a/b എന്നുള്ള ഫോമിൽ ആയിരിക്കണം റാഷണൽ ആണെങ്കിൽ. there exists co-prime integers a and b not equal to 0 such that 7√5 equal to കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ ചെയ്ത പോലെ തന്നെ a/b നിൽക്കുക. a and b are co-prime numbers നമ്മൾ പറഞ്ഞു. co-prime integers എന്ന് എഴുതാൻ മറക്കരുത്. ഞാൻ √5 ചെയ്ത സമയത്ത് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഇതിനെ കോൺട്രാക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ആ കാര്യങ്ങൾ എഴുതാതിരിക്കരുത്. കോപ്രൈം നമ്പേഴ്സ് ആണെന്നുള്ള കാര്യം എടുത്തു പറയണം. കാരണം ഇത് പ്രൂവ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് മാറിയാലും നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ പ്രൂവ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഓരോ കണ്ടീഷനും തിയറംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതണം. എങ്കിലേ അതിന്റെ പ്രൂഫ് ആവത്തുള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ പ്രൂവ് ചെയ്യുന്നതിന് എല്ലാ സ്റ്റെപ്പും കൃത്യമായിട്ട് വേണം. എന്തുകൊണ്ടാണെന്ന് അല്ലെങ്കിൽ ചിലർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, അത് നോക്കുന്നവർക്ക് അറിയാലോ, ടീച്ചർക്ക് അറിയാലോ, സാറിന് അറിയാലോ എന്നുള്ളതല്ല. നമ്മൾ എഴുതിയത് വ്യക്തമായിട്ട് പ്രസന്റ് ചെയ്താലേ നമുക്ക് മാർക്ക് വീഴും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ഇനി അപ്പൊ √5 ഈസ് ഈക്വൽ ടു 7 ഈസ് ഈക്വൽ ടു a/b നമ്മൾ എഴുതിയത്. അപ്പൊ നോർമലി നമ്മൾ 7നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന 7നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ കിടക്കുന്ന 7 ഡിവിഷൻ ആവും. അപ്പോൾ 7b എന്ന് നമുക്ക് കിട്ടും. അപ്പൊ √5 ഈസ് ഈക്വൽ ടു a/7b. സിൻസ് a and b ആർ ഇന്റീജേഴ്സ്, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് 7b ഈസ് ഓൾസോ ഇന്റീജർ. a b ഇന്റീജർ ആണ്, അപ്പൊ 7b ഇന്റീജർ ആണ്. അപ്പോ ഇന്റീജർ ബൈ ഇന്റീജർ ആണ്, അതുകൊണ്ട് തന്നെ അത് റാഷണൽ ആണ്. a/7b ഈസ് റാഷണൽ. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് കിട്ടിയത് √5 ഈസ് ഈക്വൽ ടു a/7b എന്നാണ്. അപ്പൊ a/7b റാഷണൽ ആണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ a/7b റാഷണൽ ആണെങ്കിൽ എന്തായിരിക്കണം? √5 റാഷണൽ ആയിരിക്കും. a/7b ഈസ് റാഷണൽ. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് √5 ഈസ് ഓൾസോ റാഷണൽ. √5 റാഷണൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് തെറ്റാണെന്ന് നമുക്കറിയാം. ബട്ട് ദിസ്, അവിടെയാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. ബട്ട് ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. √5 ഇറാഷണൽ ആണെന്നുള്ള ആ ഫാക്ടറിയാണ് നമ്മൾ ഈ ചെയ്തു വെച്ചത് കോൺട്രാഡിക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻ റോങ് ആണ്. അവർ അസംഷൻ ദാറ്റ് 7√5 ഈസ് റാഷണൽ ഈസ് റോങ്. 7√5 ഈസ് ഇറാഷണൽ. 7√5 ഈസ് ഇറാഷണൽ. 6 + √2 നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ പ്രൂവ് ചെയ്യാം. ലെറ്റ്സ് പ്രൂവ് ദിസ് ബൈ കോൺട്രഡിക്ഷൻ. ലെറ്റ്സ് അസ്യൂം ദാറ്റ് 6 + √5 ഈസ് ഇറാഷണൽ. ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് a/b. അങ്ങനെയാണെങ്കിൽ there exists co-prime integers a and b not equal to 0 such that 6 + √5 is equal to a/b നമുക്ക് എഴുതാം. എല്ലാ പ്രോബ്ലത്തിലും ഒരേ മെത്തേഡ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 6 + √2 ഈക്വൽ ടു a/b. ഇനി നമുക്ക് 6നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. √2 ഈക്വൽ ടു a/b - 6. അവിടെ 6ന്റെ സൈൻ പ്ലസ് ആണ്, പോസിറ്റീവ് 6 ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് മാറിയപ്പോ a/b -6 ആയി. ഇനി ആ ബിനെ 6 കൊണ്ട് ഗുണിക്കുക, എയിൽ നിന്ന് മൈനസ് ചെയ്യുക, ഡിവൈഡ് ബൈ ബി എന്ന് എഴുതുക, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ √2 ഈസ് ഈക്വൽ ടു a - 6b ഡിവൈഡ് ബൈ ബി എന്നായി. അപ്പൊ √2 ഈസ് ഈക്വൽ ടു a - 6b ഡിവൈഡ് ബൈ ബി. അപ്പൊ എയും ബി ഇന്റീജേഴ്സ് ആണ്, a - 6b ഇന്റീജർ ആണ്, ബി ഇന്റീജർ ആണ്. അപ്പൊ ഇതൊരു റാഷണൽ നമ്പർ ആയിരിക്കും. സിൻസ് a and b ആർ ഇന്റീജേഴ്സ്, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് a - 6b ഈസ് ഓൾസോ ഇന്റീജർ. അപ്പൊ ഇന്റീജർ ബൈ ഇന്റീജർ ആണ്. അപ്പൊ a - 6b ഡിവൈഡ് ബൈ ബി ഈസ് റാഷണൽ. പക്ഷേ √2 ഈക്വൽ ടു എന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത്.
അപ്പൊ a മൈനസ് 6b ഡിവൈഡ് ബൈ b ഈസ് റാഷണൽ ഇൻ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് റൂട്ട് 2 ഈസ് ഓൾസോ റാഷണൽ. അങ്ങനെയാണെങ്കിൽ റൂട്ട് 2 റാഷണൽ ആണ്. പക്ഷേ റൂട്ട് 2 ഇറാഷണൽ ആണെന്ന് നമുക്കറിയാം. ബട്ട് ദിസ് കോൺട്രഡിക്ട് ദ ഫാക്ട് ദാറ്റ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. റൂട്ട് 2 ഇറാഷണൽ ആണെന്നുള്ള ഫാക്ടിനെ ഇത് കോൺട്രഡിക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ അസംഷൻ തെറ്റാണ്. അവർ അസംഷൻ ദാറ്റ് 6 plus root 2 is irrational is wrong. That is 6 plus root 2 is irrational. Root 2 plus root 5 is a rational number. Rational or irrational. Prove that root 2 plus root 5 is an irrational number. എന്ന് prove ചെയ്യുക. Let us assume that കഴിഞ്ഞ പ്രോബ്ലങ്ങൾ ചെയ്ത പോലെ തന്നെ let us assume that root 2 plus root 5 is a rational number. So there exists co-prime integers a and b such that root 2 plus root 5 equal to a by b where b not equal to 0. ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. ഇപ്പൊ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തേക്കാൾ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം 2 ഇറാഷണൽ നമ്പർ ആണ് നമുക്ക് ആഡ് ചെയ്യാൻ തന്നിരിക്കുന്നത്. നേരത്തെ തന്നൊക്കെ ഒരു ഇറാഷണൽ നമ്പർ മൾട്ടിപ്ലൈ ബൈ ഒരു നമ്പർ ആയിരുന്നു, അല്ലെങ്കിൽ റാഷണൽ നമ്പർ പ്ലസ് ഇറാഷണൽ നമ്പർ ഒക്കെ ആയിരുന്നു. വലിയ മാറ്റമൊന്നുമില്ല. ആദ്യം നമ്മൾ ചെയ്ത റൂട്ട് 5 ഈസ് ഇറാഷണൽ എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ സിമ്പിളാണ്. അപ്പോ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് നമ്മൾ റൂട്ട് 2 പ്ലസ് റൂട്ട് 5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബൈ ബിയുടെ ഹോൾ സ്ക്വയർ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം റൂട്ട് 2 പ്ലസ് റൂട്ട് 5 എത്ര അറിയാമെങ്കിലും പല കുട്ടികളും തെറ്റിക്കുന്നത് കണ്ടിട്ടുണ്ട്. പണ്ട് പഠിച്ചതല്ലേ ഈ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. പക്ഷേ പെട്ടെന്ന് തിരക്കിൽ ചെയ്തു വരുമ്പോൾ ഈ 2ab എന്നുള്ള കാര്യങ്ങൾ വിട്ടുപോകും. അത് നല്ലോണം പഠിക്കുന്ന കുട്ടികളും തെറ്റിച്ചിട്ടുണ്ട്. ഈ കണക്കിൽ മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ അത് റൂട്ട് 2 സ്ക്വയർ പ്ലസ് 2 പ്ലസ് 5 എന്ന് എഴുതിയ കുട്ടികളും ഉണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് അങ്ങനെ അബദ്ധം പറ്റരുത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആകുമ്പോൾ ശ്രദ്ധിച്ചോണം, അവിടെ 2ab എന്നുള്ള ടൈം ഉണ്ട്, അത് എഴുതാതെ പോകരുത്. അബദ്ധം പറ്റി കഴിഞ്ഞിട്ട് മാർക്ക് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ പ്ലസ് 2a പ്ലസ് 2a പ്ലസ് ബി സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് പോലെ ചെയ്യുക. അപ്പൊ ഇവിടെ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ റൂട്ട് 2ന്റെ സ്ക്വയർ 2 പ്ലസ് റൂട്ട് 5ന്റെ സ്ക്വയർ 5 പ്ലസ് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5. അപ്പൊ 2 ഇൻറ്റു റൂട്ട് 10 എന്ന് ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. 2 3 2 5 7 നമുക്കറിയാം. 7 പ്ലസ് 2 റൂട്ട് 10 ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഇനി നമുക്ക് 7 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 2 റൂട്ട് 10 ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് 7. 7 റൈറ്റ് സൈഡിലേക്ക് മാറ്റും, മൈനസ് 7. അപ്പൊ 2 റൂട്ട് 10 ഈസ് ഈക്വൽ ടു കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ബി സ്ക്വയറിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ സ്ക്വയർ മൈനസ് 7 ബി സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടണം. ഇവിടെ ഇതിൽ 7/1 എന്ന് എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എങ്ങനെ ചെയ്താലും ആൻസർ ഇത് തന്നെ കിട്ടും. എ സ്ക്വയർ മൈനസ് 7 ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ. നമുക്ക് റൂട്ട് 10 എന്ന് വേണം. അപ്പൊ ആ 2നെ കൂടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. എ സ്ക്വയർ മൈനസ് 7 ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയറിന്റെ കൂടെ 2 കൂടി ചേരും താഴെ ഡിനോമിനേറ്ററിലേക്ക്. അവിടെയുള്ള മൾട്ടിപ്ലൈ ചെയ്യാനുള്ള 2നെ നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് പോകും. അപ്പൊ അത് 2b സ്ക്വയർ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് റൂട്ട് 10 ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 7 ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2b സ്ക്വയർ എന്നാണ്. ഈ എ സ്ക്വയർ മൈനസ് 2b സ്ക്വയർ എ സ്ക്വയർ മൈനസ് 7b സ്ക്വയർ ഡിവൈഡ് ബൈ 2b സ്ക്വയർ എന്നുള്ളത് എ ബൈ ബി എന്നുള്ള ഫോമിൽ അല്ലെങ്കിൽ പി ബൈ ക്യൂ എന്നുള്ള ഫോമിലാണ്. അത് റാഷണൽ നമ്പറാണ്. ദാറ്റ് ഇംപ്ലൈസ് റൂട്ട് 10 ഈസ് ഓൾസോ റാഷണൽ. അപ്പൊ റൂട്ട് 10ഉം റാഷണൽ നമ്പർ ആണ് എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് വി നോ ദാറ്റ് റൂട്ട് 10 ഈസ് ആൻ ഇറാഷണൽ. അപ്പൊ നമ്മുടെ ഫാക്ട് റൂട്ട് 10 എന്നുള്ളത് ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്കറിയാം. അതിനെ കോൺട്രഡിക്ട് ചെയ്തു. There is a contradiction and our assumption is wrong. അതായത് root 2 plus root 5 is not a rational number. Root 2 plus root 5 is an irrational number. Hence proved. ഇത് നമ്മൾ പ്രൂവ് ചെയ്തേ.